നമസ്കാരം. ഇന്ന് നമ്മുടെ 24ാമത്തെ എപ്പിസോഡാണ്. ഇന്ന് ഞാൻ ശരിക്കും പറയാൻ ഉദ്ദേശിച്ചിരുന്നത് ക്യാമറയെക്കുറിച്ചാണ്, ക്യാമറമാന് അങ്ങനെയുള്ള ഇതിനെക്കുറിച്ചാണ്. പക്ഷേ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു ഷോർട്ട് ഫിലിമിൻ്റെ പിന്നാമ്പുറ കഥകളാണ്. കാരണം ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു 5-6 ദിവസം മുമ്പ് ഒരു ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു. അതിൻ്റെ അടിയിലൊരു കമൻറ്റ് ബോക്സൊക്കെ ഉണ്ട്. ആരും ഇടാറൊന്നുമില്ല കമൻറ്റൊന്നും. ഞാൻ ആ ഷോർട്ട് ഫിലിം ഒരു 2 മാസം മുമ്പ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അത് ഞാൻ ഒരു ദിവസം ഷൂട്ടിന് പ്ലാൻ ചെയ്തതാണ്. അന്ന് നായിക കൊച്ചു വന്നില്ല, പിന്നെ അങ്ങനെ നടന്നില്ല. പിന്നെ വലിയ പ്രൊഡ്യൂസറൊക്കെ വന്നതാണ്. പക്ഷേ എനിക്കൊരു ദിവസം തോന്നി ആ ഷോർട്ട് ഫിലിം അങ്ങനെ ചെയ്യണം, ഉള്ള സൗകര്യങ്ങൾ വെച്ച്. അപ്പം ഞാൻ അതിനുവേണ്ടി നായകനെ, അതൊരു കാമുകൻ്റെയും കാമുകിയുടെയും കഥയായിട്ടാണ് അത് പറഞ്ഞിരുന്നത്. അത് പണ്ട് എവിടെയോ ഞാൻ 20 വർഷം മുമ്പ് കേട്ടതാണത്. ടോൾസ്റ്റോയുടെ ഏതോ കഥയുടെ ഏടുകളാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അതെൻ്റെ മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു. ഞാൻ നിങ്ങളോട് സംവദിക്കുന്ന പല കാര്യങ്ങളും ഞാൻ പ്രീ പ്ലാൻഡ് അല്ല. ഇപ്പോൾ പോലും ഞാൻ പ്ലാൻ ഇന്ന് സബ്ജക്റ്റ് പറയണമെന്നുണ്ട്. പക്ഷേ അതല്ലാതെ അത് പ്രീ പ്ലാൻ ചെയ്ത് ഞാൻ നോട്ട് ചെയ്തൊന്നും പറയുന്നതല്ല. എൻ്റെ ഓർമ്മയിൽ നിന്ന് എടുത്ത് പറയുന്നതാണത്. അങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചു. ഞാൻ ഒടുവിൽ ഒരു ദിവസം രാവിലെ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് അത് ചെയ്താലോ എന്ന്. കാരണം ഒരു ക്യാമറ ചോദിച്ചപ്പോൾ 5000 രൂപ, പിന്നെ നായകന് ഡിമാൻഡ്, നായികയ്ക്ക് ഡിമാൻഡ്, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ എഡിറ്റ് വെച്ച് ഭയങ്കര ഒരു ഇത്. അപ്പോഴത്തേനും ഞാൻ എൻ്റെ വീടിന് നേരെ ഓപ്പോസിറ്റ് താമസിക്കുന്ന ഒരു കുട്ടിയുടെ അച്ഛനും അമ്മയോട് സംസാരിച്ചപ്പോൾ, ആ കുട്ടി എയറോനോട്ടിക്കൽ എഞ്ചിനീയർ എന്ന് പഠിക്കുകയാണത്, ഏവിയേഷൻ കോഴ്സ്. അത് വന്ന് ഞാൻ ചോദിച്ചു, അതിനോട് അത് ഓക്കെ ആയിരുന്നു. അതിൻ്റെ അച്ഛനും അമ്മയും ഓക്കെ ആയിരുന്നു. അതും അതിൻ്റെ അനിയത്തിയും അത് ചെയ്തു. പിന്നെ ഞാൻ കാമുവിനും കാമുവിയും മാറ്റി ഈ ഡിമാൻഡ് എന്തിനേക്കുന്ന അച്ഛനും മോളുമാക്കി. എൻ്റെ അമ്മയാണ് അഭിനയിച്ചത്. അപ്പോൾ ക്യാമറ ചെയ്യാൻ അല്ലെങ്കിൽ മൊബൈലിൽ ചെയ്യാമെന്ന് വെച്ചപ്പം മൊബൈൽ തരുന്നവർക്ക് അതിനേക്കാൾ വലിയ ഡിമാൻഡ്സ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ കയ്യിൽ ഒരു 10-12 രൂപയുടെ മൊബൈലുണ്ടല്ലോ, ഞാനെന്നാൽ പിന്നെ അതിൽ തന്നെ അങ്ങ് ഷൂട്ട് ചെയ്തു ഞാൻ. കാരണം അത് എൻ്റെ ക്ലോസുകളെല്ലാം എൻ്റെ അമ്മ ഷൂട്ട് ചെയ്ത്. 74 വയസ്സുണ്ട് അമ്മയ്ക്ക്, കണ്ണൊന്നും കാണില്ല അധികമൊന്നും. പക്ഷേ അമ്മ എങ്ങനെ ചെയ്തേച്ചാൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ബാക്കി ഞങ്ങൾ രണ്ടുപേരുള്ള ഷോട്ടുകൾ എൻ്റെ മോനെ കൊണ്ട് ചെയ്യിച്ചു. അതുപോലെ തന്നെ ആ പെൺകുട്ടികളുടെ ഷോട്ട് ഞാൻ ഷൂട്ട് ചെയ്തു. ഞങ്ങളുടെ കമ്പൈൻ ഷോട്ടുകൾ അതിൻ്റെ അനിയത്തി കുട്ടിയെ കൊണ്ട് ചെയ്യിച്ചു. ഇത്രയൊക്കെ ഉള്ളൂ ഒരു ഷോർട്ട് ഫിലിം എന്ന് പറഞ്ഞാൽ. ആകെ മുടക്കെന്ന് പറഞ്ഞാൽ മാക്സിമം ആ കുട്ടികൾക്ക് പൈസ ഇല്ലാതെ വന്നതാണ്. എഡിറ്റർ മാത്രം 10,000 15,000 ഒക്കെ ഓരോരുത്തർ വലിയ എഡിറ്റേഴ്സിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു. അപ്പോഴത്തേനും അത് മൊബൈലിൽ ചെയ്ത ഇങ്ങനെ ഒരു സംഭവം. ഇതിൻ്റെയൊക്കെ ഡിഫക്റ്റുകൾ ആ വർക്കിലുണ്ട്. കാരണം അതൊന്നും കണക്കാക്കണ്ട. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡിഫക്റ്റുകൾ വെച്ച് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എനിക്ക് 3000 രൂപയ്ക്ക് എഡിറ്റർ. പക്ഷേ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ചപ്പോൾ, നമ്മളൊരു പയ്യനുണ്ട്, അവൻ എറണാകുളത്ത് നല്ല സിനിമ ചെയ്യുന്ന, അവൻ്റെ പേര് തോമാന്നാണ് വിളിക്കുന്നത്, തോമസ് എന്നാണ്. അവൻ പറഞ്ഞു, ചേട്ടാ ഞാൻ 2000 രൂപയ്ക്ക് അത് ചെയ്തു തരാം എന്ന് പറഞ്ഞ് അവൻ ആ വിട്ടുവീഴ്ച ചെയ്ത് അവൻ ഏകദേശം ഒരു 3 മണിക്കൂർ കൊണ്ട് ആ വർക്ക് എഡിറ്റ് ചെയ്തു. ഞാൻ അന്ന് രാത്രി തന്നെ അത് പോസ്റ്റ് ചെയ്തു. ആ പരിമിതികളൊക്കെ ഉണ്ട്. അല്ലാതെ കോടികളും ലക്ഷങ്ങളുടെ ഒന്നും ആവശ്യമൊന്നുമില്ല ഈ ഷോർട്ട് ഫിലിം. അതിന് സ്വാഭാവികമായിട്ടും പ്രൊമോട്ടും ഒന്നും ചെയ്യാതെ തന്നെയാണ് അതിനകത്തങ്ങാണ്ട് 2500 പേര് കണ്ടെന്ന് തോന്നുന്നു. അതേക്കുറിച്ചൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. പക്ഷേ ഞാനത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന പൈസയ്ക്ക് ചെയ്തതാണ്. പക്ഷെ അതിൽ നിന്നുണ്ടായ പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് നിലവിൽ അതിൻ്റെ ബേസിൽ എനിക്കൊരു വലിയൊരു വർക്ക് കിട്ടി. വലിയെന്ന് പറഞ്ഞാൽ പൈസ കിട്ടുന്നൊരു കുഞ്ഞു വർക്കാണ്. പക്ഷേ എനിക്കൊരു 10-25,000 രൂപ കിട്ടുന്നൊരു വർക്ക്. പണ്ട് ഒരുപാട് സാമ്പത്തികമായിട്ട് തകർന്നു പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പം സാമ്പത്തികം കിട്ടുന്നുണ്ട്. ഞാനന്ന് അത് വലിയ രീതിയിൽ ഈ അമ്മ എന്ന് പറഞ്ഞ വർക്ക് ചെയ്യാൻ പോയിരുന്നെങ്കിൽ അതും നടക്കത്തില്ല, ഇപ്പോൾ ഉള്ള വർക്കും നടക്കത്തില്ല. ഇപ്പോൾ എൻ്റെ ഈ ചെയ്ത വർക്ക്, ഞാൻ ആ ചെയ്ത വർക്ക് എഡിറ്റ് ചെയ്യാനും ഇപ്പം നിലവിൽ ആസിഫ് അലി അഭിനയിച്ച ഒരു പടത്തിൻ്റെ എഡിറ്ററാണ് എനിക്ക് വേണ്ടിയിട്ട് നിസ്സാര തുകയ്ക്ക് അത് എഡിറ്റ് ചെയ്ത് തരാം എന്നേറ്റ് അത് ഞാൻ അയച്ചു കൊടുക്കുകയും ചെയ്ത്. ഇനി കാർഡ് കൊണ്ട് കൊടുക്കണം, ക്യാമറ കാർഡ്. അത് 12-ാം തീയതി കൊണ്ടുപോകും. ബാക്കിയുള്ള വോയിസ് ഓവർ ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മുടെ ഒരു സുഹൃത്ത് പെൺകുട്ടി. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് പോകുന്നത്. ഇതൊക്കെ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഒന്നിനും വേണ്ടിയിട്ടല്ല. ഇത് നിങ്ങൾക്കൊരു എന്തെങ്കിലും ഞാൻ ഈ പറയുന്ന ഈ അനുഭവങ്ങൾ കൊണ്ട് ഇന്ന് വളർന്നു വരുന്ന തലമുറയ്ക്ക്, അതായത് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പനി കൂടിയൊക്കെ നടന്നൊക്കെ ലൈഫ് തകർക്കാതെ നിങ്ങൾ ചെയ്യുന്ന ബ്ലോഗുകൾക്കും നിങ്ങൾ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു, ഞാൻ ഈ ഒരാഴ്ചയായുള്ളൂ എന്തോ ഞാനൊരു ഫോളോ എന്നും പറഞ്ഞ് ഏതോ ഒരു ഇത് ഫോളോ ചെയ്തപ്പോൾ, ചാനൽ ഫോളോ ചെയ്തപ്പം ഒരു പെൺകുട്ടിയും അതിൻ്റെ അനിയനോ ചേട്ടനോ ആരാണ്ട് അങ്ങനെയൊക്കെ ഒരു വർക്ക് ചെയ്തിടുന്നു. എത്ര ഭംഗിയായിട്ടാണ് അവർ കോമഡി ചെയ്തതെന്നറിയാമോ? അവരെത്ര കോമഡി പറഞ്ഞ് ഫലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ. അതിൻ്റെ സ്ക്രിപ്റ്റ് ആരെഴുതുന്നത്? ഒരു കൊച്ചു, ഒരു 10-14 വയസ്സേ ഉള്ളെന്ന് തോന്നുന്നു ആ കുട്ടിക്ക്.
അത്ഭുതപ്പെട്ടു പോയി. നിങ്ങളെയൊക്കെ ഭയക്കുകയാണ്. അത് ഹോളിവുഡ് പോലും നിങ്ങളെ ഭയക്കുന്നുണ്ട്. നിങ്ങൾ മറക്കരുത്. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളെക്കൊണ്ട് ഇതൊക്കെ നിസ്സാരമായിട്ട് സാധിക്കും എന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞു. നിങ്ങൾക്ക് മൊബൈലിൽ എഡിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കിയിരുന്നു. മ്യൂസിക് ഫേസ്ബുക്കും യൂട്യൂബും ഒക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പം അതിനേക്കാൾ മേലെ അതുക്കും മേലെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു അവസ്ഥയിലെത്തണം ഒരു സിനിമ ഇറങ്ങണമെങ്കിൽ. ഒന്നുമല്ലാത്ത സിനിമകൾ മേക്കിങ്ങിൻ്റെ ഇതുകൊണ്ട് എത്രയാണ് വിജയിച്ചു. വാഴ എന്നും പറഞ്ഞൊരു പടം കണ്ട് 4 കോടി രൂപ കളക്ട് ചെയ്യുന്ന പറഞ്ഞാൽ 30-40 ലക്ഷം രൂപ മുടക്കേ ഉള്ളൂ. ഇവിടെ അതിനിടയ്ക്ക് ഭയങ്കരമായ സിനിമകൾ ഇറങ്ങി ഭയങ്കര പബ്ലിസിറ്റിയൊക്കെ കൊടുത്തേച്ചൊക്കെ പൊളിഞ്ഞ് പളിച്ചായി പോകുന്നു. നിങ്ങളെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ സാധിക്കും. എന്നെക്കൊണ്ട് എന്തെങ്കിലും ഇന്നത്തെ തലമുറ എന്നും പറയണ്ട കേട്ടോ. എൻ്റെ പ്രായവും അതിനേക്കാൾ പ്രായമുള്ള ആളുകൾക്കും ഇതൊക്കെ നടക്കും. ഏത് പ്രായത്തിലും പ്രായമൊന്നും ഇതിനകത്തൊരു വിഷയമല്ല കേട്ടോ. പ്രായമൊന്നും നിങ്ങൾ കണക്കാക്കണ്ട. പ്രായം ഇതിനകത്തൊരു വിഷയമാക്കിയേ കണക്കാക്കുകയൊന്നും വേണ്ട. ഏത് പ്രായത്തിലുള്ളതും സ്ത്രീകൾക്കും വീട്ടമ്മമാർക്കും കുട്ടികൾക്കും എല്ലാം കുഞ്ഞു കുട്ടികൾ വരെ ഇത് ചെയ്യുന്നുണ്ട്. അതിനകത്ത് നിങ്ങൾ ഒരു മുന്നോട്ട് പോകേണ്ട നിങ്ങൾക്ക് ഇത്രയും സോഴ്സുകൾ എൻ്റെയൊക്കെ കാലഘട്ടത്തിൽ എങ്ങാണ്ട് കമ്പ്യൂട്ടറിൻ്റെ പ്രാകൃത രൂപം കണ്ടുപിടിക്കപ്പെട്ടിട്ടേ ഉള്ളൂ. ഇന്ന് അതൊക്കെ എത്ര എത്ര വലുതായിട്ടാണ് ലാപ്പിലൊക്കെ ഫെസിലിറ്റീസ് എന്നറിയാമോ? എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകാൻ നിങ്ങൾ വേസ്റ്റ് ചെയ്യുന്ന സമയങ്ങൾ ഇന്നത്തെ പ്രായമുള്ളവർക്ക് പോലും ഒത്തിരി ലക്ഷ്യങ്ങളുണ്ട്. കാരണം പറഞ്ഞാൽ ഇനിയും രക്ഷപ്പെടാൻ പറ്റും എന്നുള്ളത് പോലും ഒരു വിവരം ബോധമില്ലാത്ത ഒരു മോട്ടിവേഷൻ ക്ലാസ് നടത്തുന്നുണ്ട്, അറിയാമോ? പക്ഷേ അവർ സ്വന്തമായിട്ടല്ല അത് ചെയ്യുന്നതല്ല അത്. കാരണം എന്ന് പറഞ്ഞാൽ അവർ മോട്ടിവേഷൻ മറ്റ് ഇതിൽ നിന്ന് കണ്ടിട്ടാണ് അവരത് ചെയ്യുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ ഇതേ പറയാനുള്ളൂ. അടുത്ത എപ്പിസോഡിൽ ക്യാമറയെക്കുറിച്ച് പറയാം കേട്ടോ. നന്ദി, നമസ്കാരം.